ഈ പടം വരുന്നുണ്ട് എന്നുള്ള ആൾക്കാർ അറിയിക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ആ പാട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ഉള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് വെച്ചാൽ ഓൾറെഡി ആൾക്കാരിൽ ഉള്ള അല്ലെങ്കിൽ ആൾക്കാർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു എലമെന്റ് പാട്ടിൽ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. സിനിമാ ഭ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് മ്യൂസിക് ഡയറക്ടർ ബിപിൻ അശോകാണ്. ബിപിൻ ചേട്ടാ, വെൽക്കം. എങ്ങനെയായിരുന്നു സാഹസത്തിലേക്കുള്ള ഒരു സാഹസം? ആക്ച്വലി മന്ദാകിനി കഴിഞ്ഞു. മന്ദാകിനിയുടെ വർക്ക് കേട്ടിട്ടാണ് ഇതിന്റെ ഡയറക്ടർ കോണ്ടാക്ട് ചെയ്യുന്നത്. കോമഡി കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിക്കും. കോമഡിക്ക് പ്രത്യേകിച്ച് BGM ചെയ്യാൻ അത്ര എളുപ്പമല്ല. അത് പാളാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് കോമഡിക്ക് മ്യൂസിക് ചെയ്യുമ്പോൾ. അതേസമയം റൊമാൻസ് അല്ലെങ്കിൽ ത്രില്ലർ ഇതൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് ചെയ്യാൻ. ഈ മ്യൂസിക് കമ്പോസിഷനിലേക്ക് എത്താനായിട്ട് ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? ഇല്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണല്ലോ ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. സിനിമാ ഭ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് മ്യൂസിക് ഡയറക്ടർ ബിപിൻ അശോകാണ്. ബിപിൻ ചേട്ടാ, വെൽക്കം. താങ്ക് യു. ഇപ്പം ഒരു സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് മ്യൂസിക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാ പ്രേക്ഷകനും പറയുന്നതാണ്. ഇപ്പം ഏറ്റവും റീസെൻറ്റ് വർക്ക് സാഹസം ഫസ്റ്റ് ചെയ്ത് തന്നെ ഞാൻ കണ്ടു. അത് കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതിൻ്റെ മ്യൂസിക് അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓരോ സീൻ എലവേറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും മ്യൂസിക്കിൻ്റെ പങ്ക് വളരെയധികം വലുതായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. അപ്പം എങ്ങനെയായിരുന്നു സാഹസത്തിലേക്കുള്ള ഒരു സാഹസം? എങ്ങനെയായിരുന്നു സാഹസത്തിലേക്കുള്ള എങ്ങനെയാണ് ഞാനതിൽ അത് ആക്ച്വലി മന്ദാകിനി കഴിഞ്ഞു. മന്ദാകിനിയുടെ വർക്ക് കേട്ടിട്ടാണ് ഇതിൻ്റെ ഡയറക്ടർ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വെച്ചാൽ ആളുടെ 21 ഗ്രാംസ് ഞാൻ കണ്ട മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മന്ദാകിനിയുടെയും ഇതിൻ്റെയും പ്രൊഡക്ഷൻ കൺട്രോളർ സെയിം ഷിഹാബ് വെണ്ണല എന്ന് പറഞ്ഞിട്ട് ഷിഹാബൊക്കെയാണ്. അപ്പോൾ ഷിഹാബൊക്ക അങ്ങനെ വഴി കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ആണ് ഇതിലേക്ക് വരുന്നത്. ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു ബേസിക് ഐഡിയ ഡയറക്ടർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന ചില സ്ഥലത്ത് മ്യൂസിക് ഭയങ്കര ഹൈ ആവുന്ന കാണാം. ചില സ്ഥലത്ത് എസ്പെഷ്യലി പറയാനാണെങ്കിൽ ഇൻഡോറ ഫ്ലാറ്റിൽ, ഞാൻ അധികം സ്പെസിഫിക് ആവുന്നില്ല, എന്നാലും ഇൻഡോറ ഫ്ലാറ്റിനുള്ളിലെ സെക്കൻഡ് ഹാഫിലെ ഒരു സീനുണ്ട്. അവിടെ മ്യൂസിക്കിൻ്റെ ഒരു പങ്കൊക്കെ ഒരുപാട് വലുതാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ. സോ അത് ആ ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളത് അതിൻ്റെ BGM ഷൂട്ടിന് മുമ്പ് തന്നെ ചെയ്തു. ആ ഒരു എൻ്റയർ സീക്വൻസ് BGM ഇൻക്ലൂഡിങ് ആ സോങ് അടക്കം അതിന് മുമ്പത്തെ സോങ്ങിൻ്റെ മുമ്പ് വെച്ച് മാത്രം ചെയ്തു. ആ സ്ക്രിപ്റ്റ് അല്ല, ഡയറക്ടർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഓഡിയോ വെച്ചിട്ട് ടൈം ലൈൻ ഉണ്ടാക്കി തന്നു. വിഷ്വലില്ല, വിഷ്വലിന് പകരം പുള്ളി ടെക്സ്റ്റ് വെച്ചിട്ട് ഒരു ഇമേജസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വരും എന്ന് വെച്ചാൽ പുള്ളി തന്നെ ഡബ് ചെയ്തു. എല്ലാ ക്യാരക്ടറും ആൾ തന്നെ ഡബ് ചെയ്തു. എനിക്കൊരു വീഡിയോ പോലെ തന്നു, ഒരു വീഡിയോ ഫയലാക്കി തന്നു. അത് വെച്ചിട്ട് ഒരു മ്യൂസിക് ചെയ്തതിന് ശേഷമാണ് സീന് തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചും കൂടി അത് ബ്ലെൻഡായിട്ട് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം മിക്കവാറും. അപ്പൊ ഈ മ്യൂസിക് ചെയ്യുന്ന ടൈമിൽ തിയേറ്ററിന് വേണ്ടി മാത്രം ആ രീതിയിലാണോ ചെയ്തിരിക്കുന്നത്? തിയേറ്ററിന് അങ്ങനല്ല, ആ ഒരു സീനിനെ എലിവേറ്റ് ചെയ്യാന്നുള്ള മാത്രമായിരുന്നു ഉദ്ദേശം. അത് ആൾക്കാരെ എൻജോയ് ചെയ്യണം, കറക്റ്റ് സ്ഥലത്ത് പഞ്ച് ചെയ്യണം, അങ്ങനെ ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ഇപ്പം ഈ വർഷത്തെ ഓണം മലയാളികൾക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് ഓണം എത്തി എന്ന് മനസ്സിലായത് ഓണം മൂഡ് പാട്ട് വന്നപ്പോഴായിരുന്നു. അപ്പോഴാണ് ഞാനാണെങ്കിൽ പോലും ഓണം ഇങ്ങനെ എത്തിയല്ലോ. അപ്പം ആക്ച്വലി അത് സാഹസത്തിന് അതിലും വലിയൊരു പ്രൊമോഷൻ വേണ്ട എന്ന് ആ പാട്ടിറങ്ങിയപ്പോൾ എല്ലാവരും ത്രൂ ഔട്ട് പറയുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കുറേ നാളായിട്ട് ട്രെൻഡിങ് ആയിരുന്ന ഒരു വേർഡ് ആയിരുന്നു ഏത് മൂഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ കുറേ മൂഡ് പിടിച്ചിട്ടുള്ള ഒരു സോങ് കൂടെ ആയിരുന്നു. ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ നിന്നായിരുന്നു. വിനായക് ശശികുമാറാണ് ലിറിക്സ്. ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അങ്ങനെ പിക്ക് ചെയ്ത് തന്നെ. അതെ പാട്ട് അതായത് ഇതന്നെയായിരുന്നു. ഈ സാഹസം എന്നുള്ള പടം ഭയങ്കര വലിയ സ്റ്റാർ കാസ്റ്റുള്ള അല്ലെങ്കിൽ വലിയ സ്റ്റാറുള്ള പടമല്ല. മോഹൻലാലിനെ പോലെയോ അല്ലെങ്കിൽ മമ്മൂട്ടി അങ്ങനത്തെ ഒരു സ്റ്റാർ കാസ്റ്റുള്ള പടമല്ലല്ലോ. അപ്പോൾ ഈ പടം വരുന്നുണ്ട് എന്നുള്ള ആൾക്കാർ അറിയിക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ആ പാട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ഉള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് വെച്ചാൽ ഓൾറെഡി ആൾക്കാരിൽ ഉള്ള അല്ലെങ്കിൽ ആൾക്കാർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു എലമെന്റ് പാട്ടിൽ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നോക്കി ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയ വാക്കുകളൊക്കെ നോക്കി എടുത്തത് തന്നെയാണത്. അപ്പൊ ആദ്യം തന്നെ ഈ കുറെ മൂഡ് വെച്ച് പോകുന്നുണ്ടല്ലോ, അതെല്ലാം ഫസ്റ്റ് തന്നെ ശശികുമാർ എഴുതിയതെല്ലാം തന്നെ ഓക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. ഈ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം ആള് പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ കുറെ മൂഡ്, ഓണം മൂഡ്, സാരി മൂഡ്, മുണ്ട് മൂഡ്, ഇങ്ങനെ ഒരുപാട് പറഞ്ഞു. ഇതൊന്നല്ല, ഇത് കൂടുതൽ ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചെണ്ണം എടുത്തിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്തത്.
ഓക്കെ. അപ്പൊ ഇതിപ്പോ 8 മില്യൺ വ്യൂസ് ആണ് അതിനിപ്പോ കിട്ടിയിട്ടുള്ളത്. ഇപ്പം ബിബിൻ ചേട്ടന്റെ പാട്ടുകൾ ഇപ്പം ഒരുപാട് റീച്ച് കിട്ടിയ ഇപ്പൊ 2 പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ വട്ടയപ്പം, പിന്നെ ഈ ഓണമൂട്. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലെ 2 ഫേമസ് അല്ലെങ്കിൽ നല്ല റീച്ചുള്ള 2 റാപ്പേഴ്സ്. അങ്ങനെ റാപ്പേഴ്സിനെ വെച്ച് തന്നെ ചെയ്യിക്കാം എന്നുള്ള പ്ലാൻ തന്നെ ഉണ്ടായിരുന്നോ? മുൻകൂട്ടി കണ്ടതാണോ അത്? ഇത് വട്ടയപ്പത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വട്ടയപ്പത്തിന് ആ പാട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു വോയിസ് വേണമെന്നുണ്ടായിരുന്നു. അത് ഡബ്സിയുടെ പോലത്തെ അല്ലെങ്കിൽ ജാസി ഗിഫ്റ്റ് അങ്ങനത്തെ ഒരു ടൈപ്പ് വോയിസ് ഉണ്ടല്ലോ, ഒരു നമ്മൾ നോർമൽ ഒരു കേൾക്കാത്ത അല്ലെങ്കിൽ കുറച്ച് റോ ആയിട്ടുള്ള വോയിസ്, അങ്ങനത്തെ ഒരു ഇത് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഓപ്ഷൻസ് നോക്കി. ഡബ്സിയിലേക്ക് ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്ന് വെച്ചാൽ അത് ചെറിയൊരു മൂവി ആയിരുന്നു. അപ്പോൾ ഡബ്സിയിലേക്കൊക്കെ പോകാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവുന്നുള്ള സംശയത്തിൻ്റെ മോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ പ്രൊഡ്യൂസർ സഞ്ജുവട്ടൻ പറഞ്ഞു, നിങ്ങൾ ആരെ വേണമെങ്കിൽ വെച്ചോ, ഒരു കുഴപ്പമില്ല, വിഷയമല്ല എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഒരു സപ്പോർട്ടിൻ്റെ മോളാണ് നമ്മൾ ഡബ്സി എന്നാൽ ഡബ്സിയിലേക്ക് പോകാം. ആളാണ് അത്യാവശ്യം നല്ല കത്തി നിൽക്കുന്ന സമയമാണ്, ഇല്ലുമിനാറ്റി ഒക്കെ ഇറങ്ങി. അപ്പോൾ പിന്നെ പുള്ളിയുടെ വോയിസ് ഭയങ്കര ആപ്റ്റായിരുന്നു ആ പാട്ടിന്. അങ്ങനെയാണ് ഡബ്സിയിലേക്ക് എത്തുന്നത്. ഫെജോ ഇതിന് കുറച്ച് മുമ്പാണ് ജസ്റ്റിൻ വർഗീസിന്റെ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളൊരു പാട്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പാട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ ഫെജോ ഒരു ഓപ്ഷനിലേക്ക് പോയായിരുന്നു. അപ്പോൾ അത് അവരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവർക്കും അത് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഓണമൂട് ഓൾറെഡി സിനിമയിൽ ആ പാട്ടുണ്ട്. അപ്പം നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിരുന്നു അത് പ്രൊമോ സോങ് ആയിട്ട് ഇറക്കാം എന്നുള്ളത്? അതെ, അങ്ങനെ തന്നെ ചെയ്തായിരുന്നു. ഓക്കെ. അപ്പം ഇതിലെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വേറൊരു പാട്ട് നമ്മൾ മലയാളികൾ എക്കാലം ഇഷ്ടമുള്ള പാട്ട്, പക്ഷെ കുറച്ച് നാളായിട്ട് കേൾക്കാതിരിക്കുന്ന ഒരു പാട്ടും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കൃഷ്ണചാട്ടന്റെ പഴയ ആളുടെ പ്രൈം ടൈമിൽ ഉണ്ടായിരുന്ന പാട്ട്. പുള്ളി വരുമ്പം തന്നെ ഈ സിനിമയിൽ ആ പാട്ട് അങ്ങോട്ട് തുടങ്ങി. ആ പാട്ടിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഫസ്റ്റ് ഹാഫ് ഏറെക്കുറേയും ആ പാട്ടിന്റെ റീമിക്സ് രീതിയിലും അല്ലാതെ കുറച്ച് ബീറ്റൊക്കെ എനിക്കറിയില്ല, അതിനെപ്പറ്റി സ്പെസിഫിക് ആയിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റിൽ ആ പാട്ടിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. അത് ഡയറക്ടറിന്റെ ഐഡിയ ആയിരുന്നു ആ പാട്ട് കൊണ്ടുവന്ന് യൂസ് ചെയ്യാന്നുള്ള? ഒരു പഴയ പാട്ട് 90s ആ സമയത്ത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാട്ട് വേണമെന്നായിരുന്നു ഒരു ഇത് പുള്ളിയുടെ ഐഡിയ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഞാനും ഡയറക്ടറും കൂടി കുറേ പാട്ടുകൾ ഇങ്ങനെ നോക്കി ആലോചിച്ച് അവസാനം എത്തിയതാണ് ഈ മുത്തും തേടി എന്നുള്ള സോങ്. അത് പറയുന്നത് കുഴപ്പമില്ല, അതിന്ന് റിലീസാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ അത് അങ്ങനെയാണ് എത്തിയത്. ആദ്യ പാട്ടായിരുന്നു ഒരു പഴയ പാട്ട്, അല്ലെങ്കിൽ 90s ആ സമയത്ത് ട്രെൻഡിങ് ആയ അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ ഇടയിൽ അത്യാവശ്യം പോപ്പുലർ ആയ ഒരു പാട്ട് എന്നുള്ളത് മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഒരു ആലോചന. പിന്നെ ഈ പാട്ടിലേക്ക് പിന്നെയാണ് എത്തിയത്. പിന്നെ കുറേ ഓപ്ഷൻ നോക്കിയപ്പോൾ ഈ പാട്ടിലേക്ക് എത്തിയതാണ്. ഈ പാട്ട് ഓൾറെഡി ഫിക്സ്ഡ് ആയിരുന്നു? അല്ലല്ല, ഈ പാട്ടായത് കാരണമാണ് പിന്നെയാണ് പുള്ളി ഇതിലേക്ക് വരുന്നത്. ആ സമയത്ത് കാസ്റ്റിംഗ് ഒന്നും ആരേ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെയാണ് ആൾ ഇതിലേക്ക് വരുന്നത്. പാട്ട് ഇതിടുമ്പോ അത്ര ആപ്റ്റായിട്ടുള്ള വേറെ അതെ. അപ്പൊ ആ പാട്ട് വീണ്ടും മലയാളികളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം അതിന്റെ ഒറിജിനൽ ട്രാക്കിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഓണം മൂട് പോലെ വീണ്ടും മലയാളികൾ ഈ പാട്ട് അങ്ങോട്ട് ഓർത്തെടുക്കാൻ തുടങ്ങുന്നതായിരിക്കും. അതെ. ഇപ്പൊ ഓവറോൾ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയുടെ? കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ഉണ്ട്. എല്ലാവരും നല്ല കാണുന്ന, എൻ്റെ അടുത്ത് നേരിട്ട് കണ്ടിട്ട് പറഞ്ഞ ആൾക്കാർക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത്. എല്ലാവരും പടം എൻജോയ് ചെയ്തു, കോമഡി നല്ല വർക്കായി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഇപ്പം ചേട്ടന് ചെയ്തിട്ടുള്ള ഈ മന്ദാകിനിയാണെങ്കിലും ഈ സിനിമ ആണെങ്കിലും പിന്നെ തണുപ്പ് വേറൊരു ജോണറിലുള്ളതാണ്. അപ്പൊ കുറച്ചുകൂടി ഫൺ എന്റർടൈനർ ജോണറാണോ? ലൈക്ക് ആസ് എ മ്യൂസിക് ഡയറക്ടർ ഒരു കംഫർട്ട് സോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫൺ എന്റർടൈനർ ആയിരിക്കുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഈ കോമഡി കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിക്കും. കോമഡിക്ക് പ്രത്യേകിച്ച് BGM ചെയ്യാൻ അത്ര എളുപ്പമല്ല. അത് പാളാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് കോമഡിക്ക് മ്യൂസിക് ചെയ്യുമ്പോൾ. അതേസമയം റൊമാൻസ് അല്ലെങ്കിൽ ത്രില്ലർ ഇതൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് ചെയ്യാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം. വേറെ ആൾക്കാർക്ക് ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷെ എനിക്ക് കുറച്ചും കൂടി റൊമാൻസ് അല്ലെങ്കിൽ ത്രില്ലർ ഈ രണ്ടെണ്ണമാണ് എനിക്ക് കൂടുതൽ ചെയ്യാൻ താല്പര്യവും കുറച്ചും കൂടി കംഫർട്ടബിളും തന്നെയാണ്. ഇപ്പം ഈ പാട്ടുകൾ ചെയ്യുമ്പം ഇപ്പം മുമ്പുണ്ടായിരുന്നവർ കൂടുതലും ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അങ്ങനെ തന്നെ യൂസ് ചെയ്യായിരുന്നു. ഇപ്പം കൂടുതലും ഇലക്ട്രോണിക് രീതിയിലായല്ലോ. അപ്പം ബിബിൻ ചേട്ടനെ സംബന്ധിച്ച് എങ്ങനെയാ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന രീതിയൊക്കെ? ഞാനിത് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അക്കോസ്റ്റിക് ഇൻസ്ട്രുമെന്റ്സും കൂടുതൽ ചില പാട്ടുകൾക്ക് ഇപ്പോൾ ഇതിൽ സംഗീത സഖി എന്നുള്ള അതിലധികം ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, പക്ഷേ കൂടുതലും അക്കോസ്റ്റിക് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതേസമയം വേറെ ഇപ്പോൾ കൊക്കഡെലിക് എന്ന് പറഞ്ഞൊരു സൈറ്റ് ട്രാൻസ് പോലത്തെ അതിൽ ഫുൾ ഇലക്ട്രോണിക് സൗണ്ട് മാത്രമേ ഉള്ളൂ.
രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ആ ട്രാക്ക് ശരിക്കും തിയേറ്ററിൽ ഭയങ്കര ഓളം കൊണ്ടുവന്നായിരുന്നു. എനിക്ക് മൊത്തത്തിൽ എനിക്ക് സാഹസം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ സിനിമ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു മ്യൂസിക് ഡയറക്ടറിനെ എന്തായാലും വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യണം. അങ്ങനെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. ക്ലൈമാക്സിനൊക്കെ വരുമ്പോഴത്തേക്കിനും ഭയങ്കര കൂടുതൽ പറയാൻ പറ്റുന്നുണ്ട്. സിനിമ ഇപ്പോഴും തിയേറ്ററിൽ ഇപ്പം ജസ്റ്റ് 1 വീക്ക് ആയതല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് പുറത്ത് പറയാനും പറ്റില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു ശരിക്കും ഈ മ്യൂസിക് ഡയറക്ടർ ഒരു ജേർണി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നായിരുന്നു തുടക്കം? തുടക്കം വളരെ ചെറുപ്പത്തിലായിരിക്കും. എനിക്ക് ചെറുപ്പം മുതലേ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ മ്യൂസിക് ഭയങ്കര ക്രേസ് ആയിരുന്നു. ഇപ്പോൾ പാട്ട് ഒരുപാട് ചെറുപ്പം മുതൽ നല്ല രീതിയിൽ കേൾക്കുന്ന ഒരാളായിരുന്നു. പിന്നെ വീട്ടിലൊരു ഹാർമോണിയം ഉണ്ടായിരുന്നു. അച്ഛൻ ഹാർമോണിയം വായിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ പാട്ടുകളൊക്കെ അച്ഛൻ ചില പാട്ടുകളൊക്കെ പറഞ്ഞു തരും എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്. അത് വെച്ചിട്ട് ഇങ്ങനെ പിന്നെ സ്വന്തമായിട്ട് പാട്ടുകൾ പഠിക്കുക, അങ്ങനത്തെ പരിപാടികളായിരുന്നു ആദ്യം തുടക്കത്തിലൊക്കെ. പിന്നെ ഒരു 5ാം ക്ലാസ്സൊക്കെ ആയ സമയത്താണ് എന്നെ തബല പഠിപ്പിക്കാനാണ് അച്ഛൻ കൊണ്ട് ചേർക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും പാട്ട് പാടുമ്പോൾ ഇങ്ങനെ നമ്മൾ ഡെസ്കുമ്പിലും ബെഞ്ചുമ്പിലൊക്കെ കൊട്ടി പാടുന്നത് കൊണ്ട് തബല പഠിപ്പിക്കാൻ ചേർന്നു. അങ്ങനെ അവിടെയാണ് തുടക്കം, ഒരു പഠിത്തത്തിൻ്റെ തുടക്കം. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ അത്യാവശ്യം ഒരു മ്യൂസിക് ക്ലബ്ബൊക്കെ ഉണ്ട്. അവിടുത്തെ സാറ് നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള എക്സ്പീരിയൻസും അങ്ങനെ പിന്നെ ഇത് തന്നെ പ്രൊഫഷൻ ആക്കാമെന്നുള്ളൊരു ആഗ്രഹത്തിന് മുകളിൽ അങ്ങനെ വന്നതാണ്. മ്യൂസിക് ഡയറക്ഷൻ പ്രൊഫഷൻ ആക്കാമെന്നല്ല, ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാം. എൻ്റെ ഒരു ഉദ്ദേശം സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് സ്റ്റുഡിയോസിൽ വർക്ക് ചെയ്യാന്നുള്ളതായിരുന്നു. അന്ന് മ്യൂസിക് ഡയറക്ഷൻ ഒന്നും സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ അതിൽ വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഇങ്ങനെ ഈ ഇവിടത്തേക്ക് എത്തിയത്. എളുപ്പമാണ് ശരിക്കും മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡ്. അതായത് ഈ ജോണറിനനുസരിച്ച് ട്യൂൺ വരിക, BGM, പാട്ട്, ഇത് ഒന്നിനൊന്നിനോട് സാമ്യം തോന്നാൻ പാടില്ല, അങ്ങനെ വരുന്നത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ? അത് ഡിപ്പെൻസ്. എനിക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമല്ല. നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഓരോ മേഖല ഉണ്ടാവുമല്ലോ. ചില ആൾക്കാർക്ക് ഇപ്പോൾ ചിത്രരചന ചെയ്യുന്ന ആള് ചിത്രരചന എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അവർക്കത് എളുപ്പമായിരിക്കുമല്ലോ. അതേസമയം അവരുടെ അടുത്ത് വേറെ എന്തെങ്കിലും ചോദിച്ചാൽ അത് അതുപോലെ ഇപ്പോൾ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടല്ല. എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണോ എന്ന് വെച്ചാൽ അതുമല്ല. നമ്മൾ സാധാരണ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് എന്താണോ അത് ചെയ്യുമ്പോഴുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അതാണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നമുക്കൊരു പാട്ട് കേൾക്കാൻ പറ്റുമോ? അയ്യോ, പാട്ട് പാടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആണല്ലേ? കമ്പോസിംഗ് ആണോ മെയിൻ ആയിട്ട്? നോർമലി മ്യൂസിക് ഡയറക്ടേഴ്സ് പാടുമോന്ന് വെച്ചാൽ പാടും. പക്ഷെ അത് ഇപ്പോൾ സിംഗേഴ്സിനൊക്കെ കേൾപ്പിക്കാനൊക്കെ കൂടുതൽ ഞാൻ തന്നെയാണ് പാടുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ പാടിയതിന് ശേഷം ഓട്ടോ ട്യൂണും അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇട്ട് കറക്റ്റ് ആയിട്ടൊക്കെ ആണല്ലോ കേൾപ്പിക്കുന്നത്. ഇത് ഇപ്പോൾ ലൈവായിട്ട് ഇങ്ങനെ പാടുമ്പോൾ അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു അതെ. ഓക്കെ. ഇതിലിപ്പം ചിന്മയും ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. സൂരജ് സന്തോഷം ചിന്മയും കൂടെ ഉള്ള ഒരു സോങ് ഉണ്ടായിരുന്നു. ചിന്മയുടെ ഓൾറെഡി നമ്മൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം വീണ്ടും ആളുടെ ഒരു തിരിച്ചുവരവുണ്ടായി. പിന്നെയും വീണ്ടും മലയാളത്തിലേക്ക് വന്നിട്ട് വിപിൻ ചേട്ടൻ്റെ പാട്ടിലാണ് പാടുന്നത്. ചിന്മയുടെ ഇപ്പം എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. പുള്ളിക്കാര് അതായത് റെക്കോർഡിങ് സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള, സാധാരണ നമ്മളിപ്പോൾ കൂടുതലും ഈ കട്ട് ചെയ്ത് എടുക്കുന്ന അങ്ങനെയൊക്കെയാണല്ലോ റെക്കോർഡിങ്. പക്ഷേ ഇത് ഒറ്റയടിക്ക് പാടിപ്പോവാണ് അവർ. ഞാൻ ആദ്യം കുറച്ച് അതിൻ്റെ ട്യൂണ് പഠിക്കാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ പഠിച്ചതിന് ശേഷം പിന്നെ ഒറ്റ ടേക്കിൽ അത് ഓക്കെ ആയിരുന്നു. അത് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫസ്റ്റ് തുടക്കം മുതൽ. അതൊരു വലിയൊരു സ്റ്റാൻസ്, ആ ഒരു വേഴ്സാണത്. ആ വേഴ്സ് ഒറ്റയടിക്ക് അവർ പാടിയെന്ന് മാത്രമല്ല അതിൻ്റെ ഹാർമണിയും പാടിയത് കേൾക്കാതെ അത് മ്യൂസിഷ്യൻസിന് മനസ്സിലാവും. കേട്ടുപോലെ നോക്കാണ്ട് അതിൻ്റെ ഒരു ലെയർ അതേപോലെ തന്നെ ചെയ്തു. അങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തി ശരിക്കും അവര്. ലാംഗ്വേജ് മലയാളം നല്ല ഫ്ലുവൻ്റ് ആണ്. അത് ക്ലാരിറ്റി ഉണ്ട്. മലയാളത്തിൻ്റെ സ്ഫുടത ഒക്കെയാണ്. പിന്നെ മംഗ്ലീഷിലാണ് എഴുതി കൊടുക്കുക. അത് അവര് കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം ലിറിക്കൽ ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അത് കേട്ടാൽ മനസ്സിലാവും. അവര് പെട്ടെന്നൊരു തമിഴ് ആള് പാടിയതൊന്നും മനസ്സിലാവില്ല. ഒരു മലയാളി പാടിയ പോലെ തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ ബിബിൻ അശോക് എന്ന മ്യൂസിക് ഡയറക്ടറിനെ സംബന്ധിച്ച് ഏത് ടൈപ്പിലുള്ള, ഇപ്പോൾ സുഷിൻ പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ചെരാതുകൾ പോലെയുള്ള പാട്ടുകൾ കേൾക്കാനാണ് ഇഷ്ടം. പക്ഷെ അതേ ആളാണ് ഇല്ലുമിനാറ്റിയും കുതന്ത്രം അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ബിബിൻ ചേട്ടനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും, എങ്ങനത്തെ പാട്ടുകളായിരിക്കും കേൾക്കാൻ ഇഷ്ടമുള്ളത്?
കേൾക്കാൻ അത് ഏതാണ് ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ. ഞാൻ ഒരുപാട് എല്ലാ തരത്തിലുള്ള പാട്ടും കേൾക്കാറുണ്ട്. മെലഡി കേൾക്കാറുണ്ട്, ഫാസ്റ്റ് നമ്പേഴ്സ് ഞാനെല്ലാം എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ് പറയാൻ കൂടുതലും എനിക്ക് പോപ്പ് മ്യൂസിക്കുകളാണ് കൂടുതൽ താല്പര്യം. ഇപ്പോൾ ഇംഗ്ലീഷ് ട്രാക്കുകളെടുത്ത് പോപ്പ് മ്യൂസിക്കാണ്, അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ വെസ്റ്റേൺ ക്ലാസിക്കൽ ഇഷ്ടമാണ്. അതേസമയം ചില ജോണേഴ്സ് എനിക്ക് ഞാൻ അധികം കേൾക്കാറില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്ലോ റോക്ക് പരിപാടികളൊന്നും എനിക്ക് അത്ര അങ്ങനെ കേൾക്കൽ കുറവാണ്. ഇവിടുത്തെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരുവിധം എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട്, എല്ലാ ടൈപ്പും കേൾക്കാറുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ മ്യൂസിക് എടുക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാനി ആണെങ്കിലും കർണാട്ടിക് ക്ലാസിക്കലും കേൾക്കാറുണ്ട്, പഴയ മലയാളം പാട്ട് കേൾക്കാറുണ്ട്, പഴയ ഇളയരാജ തമിഴ് പാട്ട് കേൾക്കാറുണ്ട്, എല്ലാം കേൾക്കാറുണ്ട്. അതെ, എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും സിനിമ ഇപ്പം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോൾ അതിഭീകര കാമുകൻ എന്ന് പറഞ്ഞിട്ടൊരു പടം, അത് ഓൾറെഡി വർക്കൊക്കെ കുറേയൊക്കെ കഴിഞ്ഞതാണ്. സാഹസത്തിന് മുമ്പ് തന്നെ അത് തുടങ്ങിയതാണ്, അത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പ്രകമ്പനം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയും, രണ്ടും. അപ്പോൾ അതും ഈ ഒരു സിമിലർ ജോണർ തന്നെ ആയിരിക്കും? അല്ല, അത് ഒരു ഇമോഷണൽ ലവ് സ്റ്റോറിയാണ്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കുറച്ചും കൂടി സോഫ്റ്റാണ്. ഇത് കുറച്ച് ലൗഡ് പരിപാടികളൊക്കെ, സാഹസം. അത് ഒരു കോളേജ് ലവ് സ്റ്റോറിയാണ്, പക്ഷേ ഒരു ലൗഡ് കോളേജ് അല്ല, ഒരു കുറച്ചൊരു ഗ്രാമപ്രദേശത്തൊക്കെ ഉള്ള ഒരു ടൈപ്പ് കഥയാണ്. ഈ മ്യൂസിക് കമ്പോസിഷനിലേക്ക് എത്താനായിട്ട് ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? ഇല്ല, അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണല്ലോ ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. ഞാൻ തബല മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ കീബോർഡ് കുറച്ച് വെസ്റ്റേൺ സ്കെയിലുകളും കോഡ്സും മാത്രം പഠിക്കാൻ ഒരു വർഷത്തോളം ഞാനത് അതിൻ്റെ എന്താണ്, എനിക്ക് വെസ്റ്റേൺ മ്യൂസിക്കിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളെങ്കിലും അറിയണം എന്നുള്ളത് കൊണ്ട് ഒരു വർഷത്തോളം കീബോർഡ് പഠിക്കാൻ പോയിട്ടുണ്ട്. അത് അതിൻ്റെ കീബോർഡ് പ്ലേയിങ്ങിനെക്കാട്ടിലും ഞാൻ മ്യൂസിക് തിയറി, ഈ കോഡ്സ് അല്ലെങ്കിൽ സ്കെയിൽസ്, ഇത് രണ്ടും എങ്ങനെയാണ്, അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം പോയിട്ടുണ്ടായിരുന്നു. അതിലല്ലാണ്ട് വേറെ അതിൻ്റെ ശാസ്ത്രീയമായിട്ട് ഞാനൊന്നും വേറെ രീതിയിൽ പഠിച്ചിട്ടില്ല. അപ്പം എന്തായാലും കാര്യങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നു. സാഹസം വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ തിയേറ്ററിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓണം മൂടൊക്കെ എല്ലാവർക്കും കിട്ടി. ആ ഒരു കുറേ നാൾ കൂടിയിട്ടാണ് ഒരു ആക്ഷൻ, ഡ്രാമ, ലവ് എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടുള്ള ഒരു ജോണർ തിയേറ്ററിൽ കാണാൻ പറ്റുന്നത്. അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പേഴ്സണലി അതിൻ്റെ മ്യൂസിക് അതിനെ വളരെയധികം അപ്ലിഫ്റ്റ് ചെയ്ത പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് തവണ ഞാനിത് പറയുന്നുണ്ടല്ലേ? എനിക്ക് തന്നെ പിന്നെയും പറയുമ്പോൾ അല്ല, ഞാൻ സീരിയസ്ലി അത് പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഒരുപാട് അടിപൊളി വർക്കിലൂടെ തന്നെ ഇനിയും കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വർക്കിന് ഉടനെ വരുന്നുണ്ടല്ലോ, അത് കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ബേബി ചേട്ടാ. വരെ വന്നു, കുറേ നേരം സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.